ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ലക്ഷ്മി. ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ നൽകാമെന്ന് തീരുമാനിച്ചത്. ഞാൻ നിത്യവും എൻ്റെ പൂജകളെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളിലേക്ക് എനിക്കത് പ്രോപ്പറായി എത്തിക്കാൻ കഴിയുന്നില്ല. സമയക്കുറവിന് ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് വൈകുന്നേരം നടത്തിയ വ്യാഴാഴ്ച ഈവനിങ്ങിൽ നടത്തിയ വിഷ്ണു പൂജയാണിത്. ഭഗവാന് മാലയിട്ടു, നേദ്യം പായസം സമർപ്പിച്ചു, 5 തിരിയിട്ട വിളക്ക് വെച്ചു. പിന്നെ നോർമലി ഞാൻ വെക്കുന്ന പോലത്തെ വിളക്കുകൾ, മുരുകസ്വാമിക്ക് വിളക്ക്, ലക്ഷ്മി കുബേരന് മുന്നിലൊരു വിളക്ക്, ലക്ഷ്മി ദേവിക്ക് മുന്നിലൊരു വിളക്ക്, പിന്നെ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു രൂപമുണ്ട്, അതിനും വിളക്ക് വെക്കും. അത് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ മിക്ക ദിവസങ്ങളും ഞാൻ നേദ്യം വെച്ചിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകതകളൊന്നുമില്ല. എന്നാലും ഇന്ന് കൂടുതലും മന്ത്രങ്ങളൊക്കെ വിഷ്ണു സഹസ്രനാമവും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ചൊല്ലും. എല്ലാം നമുക്കെന്നും സാധിച്ചൊന്നും വരില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം എൻ്റെ ഒരു അപേക്ഷയാണ്, എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് നിങ്ങൾ രാവിലെയോ വൈകിട്ടോ ഒരു നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാവും. ഗുരുവായൂരപ്പൻ കൂടെയുള്ളവന് ഒന്നിനെക്കുറിച്ച് ഓർത്തും ഭയപ്പെടേണ്ട. ജീവിതത്തിൽ നമുക്ക് പല ഉയർച്ച താഴ്ചകളൊക്കെ വരും. പക്ഷേ ആ താഴ്ചയിലേക്ക് നമ്മളെ വീണു പോകാൻ ഒരിക്കലും നമ്മുടെ കണ്ണൻ അനുവദിക്കില്ല. ആ ഒരൊറ്റ വിശ്വാസത്തിൽ ധൈര്യമായി നിങ്ങൾ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. നിങ്ങളെല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് ഒരു പായസമോ നമ്മളെക്കൊണ്ട് പറ്റുന്നത് മതി കേട്ടോ. നമുക്ക് എന്താണോ ആവുന്നത് അത് സമർപ്പിച്ച് നിങ്ങൾ നാമം ജപിക്കുക. നാമജപം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. ഞാൻ സാധാരണ ഒരു 5-6 വിളക്കെങ്കിലും തെളിയിക്കേണ്ടതായിട്ട് എനിക്ക് വരലുണ്ട് എന്നും. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകത ഈ ദിവസത്തിൽ പ്രത്യേക പൂജയായിട്ടില്ല. എന്നാലും വൈകുന്നേരം ഒരു പ്രത്യേക പായസമൊക്കെ വെച്ച്, അരിപ്പായസമൊക്കെ വെച്ച് നമ്മുടെ കണ്ണനോട് കുറച്ചുകൂടി അടുത്ത് നിന്ന് സംസാരിച്ച്, പ്രാർത്ഥനയേക്കാൾ കൂടുതൽ നാമം ജപിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ, അല്ലെ അറിവില്ലേ, നിങ്ങൾ സംസാരിച്ചോളൂ. ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും, നമ്മളെ മറ്റാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യവും, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അക്കാര്യവും, സന്തോഷം ഉണ്ടെങ്കിൽ അതും, പ്രണയമുണ്ടെങ്കിൽ അതും, എന്തും തുറന്നു പറയാം. ഭഗവാന് നമ്മൾ നാമം ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം നമ്മൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഭഗവാനോട് ഒന്ന് സംസാരിച്ചു തുടങ്ങൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും